ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിൻ്റെ കാർബൺ ബ്രഷ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് മിക്സിൻ്റെ അടിഭാഗത്തുള്ള സ്ക്രൂ അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. സ്ക്രൂവും അതുപോലെ തന്നെ അടിഭാഗത്തുള്ള പ്ലേറ്റും കൂടി നമുക്ക് അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ കാർബൺ ബ്രഷ് ഉള്ളത്. മിക്സി അഴിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, പവർ ഓൺ ചെയ്യാൻ പാടില്ല. പവർ ഓഫ് ചെയ്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ മിക്സിൻ്റെ അകത്തുള്ള ഭാഗം. ഇതിന് റോട്ടറി സ്വിച്ചും മോട്ടറും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ കാർബൺ ബ്രഷ് എവിടെയാണ്? ഈ മഞ്ഞ കളർ നമുക്ക് കാണുന്ന ഭാഗത്താണ് നമ്മുടെ കാർബൺ ബ്രഷ് ഉള്ളത്. ഈ ഭാഗത്തായിട്ടാണ്, ഈ രണ്ട് ഭാഗത്തായിട്ടാണ് നമ്മുടെ കാർബൺ ബ്രഷ് ഉള്ളത്. അതെങ്ങനെയാണ് അയക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കാർബൺ ബ്രഷ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായി നമുക്കതിനൊരു ലോക്ക് ഉണ്ട്, എൽ ഷേപ്പ് കണക്കത്തൊരു ലോക്ക് അതുണ്ട്. ആ ലോക്ക് നമ്മൾ എൽ ഷേപ്പ് സ്ട്രെയിറ്റ് ആക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞ് വയറുള്ള ഭാഗത്തേക്ക് വലിച്ച ആ ലോക്ക് നമുക്ക് ഇളകി കിട്ടും. അതിനകത്തായിട്ടാണ് നമുക്ക് ഈ കാർബൺ ബ്രഷ് ഉള്ളത്. ഇതേ കണക്കെയാണ് ലോക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആക്കി. പിന്നെ ആ നീല വയറിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മളത് വലിച്ചു മാറ്റുകയും ചെയ്യുക. ഇതേ കണക്ക് നമ്മൾ ലോക്ക് എൽ ഷേപ്പ് കണക്ക് സ്ട്രെയിറ്റ് ആക്കി നീല വയർ പുറകോട്ട് വലിക്കുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ കാർബൺ ബ്രഷ്. ഇതേപോലെ തന്നെയാണ് മറ്റു ഭാഗം ചെയ്യേണ്ടത്. രണ്ടും സെയിം ആയിട്ടാണ് ചെയ്യുക. ഇതാണ് നമ്മുടെ കാർബൺ ബ്രഷ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറ സൈഡിലുള്ള ബ്രഷും കൂടി റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അയക്കുന്ന സമയത്ത് കൂടുതൽ ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് കാർബൺ ബ്രഷും ഏകദേശം അയച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ പുതിയത് ഇടാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒരു കാർബൺ കൂടുതലായിട്ട് തഴഞ്ഞുകൊണ്ടാണ് നമ്മുടെ മിക്സിക്ക് ഈ കംപ്ലൈൻറ്റ് വന്നത്, ഓണാവാത്ത പ്രശ്നം വന്നതും. അതുപോലെ തന്നെ സ്പാർക്ക് എല്ലാം വരുന്നതും ഈ കാർബൺ ബ്രഷ് കൂടുതൽ തഴഞ്ഞതുകൊണ്ടാണ്. സാധാരണ എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പിലെല്ലാം നമുക്ക് ഈ കാർബൺ ബ്രഷ് ലഭിക്കും. ഒരു 30-40 രൂപ വരെ ഉള്ളൂ ഇതിന്. നമ്മൾ ഒരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു 300 രൂപ വരെ അവർ ഈ സർവീസിന് വാങ്ങിക്കും. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഈ കാർബൺ ബ്രഷ് ചേഞ്ച് ചെയ്യൽ. ഇതിനെങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്യുന്നതെന്ന് കൂടി നോക്കണം. ഇതേപോലെ തന്നെ നമ്മൾ അകത്തേക്ക് തള്ളി ആ സ്പ്രിങ്ങും അവിടെ കൂടി നല്ല ശരിക്കും അകത്തേക്ക് തള്ളി വയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അയച്ച ലോക്ക് മുൻപുണ്ടായ കണക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയതുപോലെ തന്നെ ഇത് എൽ ഷേപ്പിൽ വീണ്ടും തിരികെ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അത് റണ്ണിങ് സമയത്ത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോക്ക് കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഒരു വശത്ത് കാർബൺ ബ്രഷ് ഇട്ട് കഴിഞ്ഞു. ഇനി മറുവശത്തും കൂടി നമുക്ക് കാർബൺ ബ്രഷ് ഇൻസെർട്ട് ചെയ്യേണ്ടതാണ്. കാർബൺ ബ്രഷ് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ഫുൾ നല്ലപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ ലോക്ക് അതിലേക്ക് ഇട്ട് കാർബൺ ബ്രഷ് ലോക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയ ലോക്ക് എൽ ഷേപ്പിൽ തന്നെ വീണ്ടും ചെയ്യേണ്ടതാണ്. ഇത് എനിക്ക് നല്ലോണം പ്രസ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ലോക്ക് ചെയ്യാനാണ് പോകുന്നത്. ലോക്കിട്ട് ശേഷം അത് ലോക്ക് ചെയ്യാൻ മറക്കരുത്.
അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റണ്ണിങ് സമയത്ത് അത് ഇളകിപ്പോകും. അതുകൊണ്ട് മറക്കാതെ ലോക്ക് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ 2 കാർബൺ ബ്രഷും ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ കവറിട്ട് സ്ക്രൂ ചെയ്യാം. ഇനി ഇത് വർക്കിംഗ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. കവറിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ, വയറൊക്കെ പുറത്ത് വരാതെ ശ്രദ്ധിച്ചോണം ചെയ്യാൻ വേണ്ടിയിട്ട്. വയറൊന്നും പുറത്തില്ലാന്ന് ഉറപ്പുവരുത്തി നമ്മൾ മാത്രമേ സ്ക്രൂ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ മിക്സിയും കാർബൺ ബ്രഷ് ചേഞ്ച് ചെയ്യുന്നത് ഒരേ പോലെയാണ്. ചിലപ്പോൾ കാർബൺ ബ്രഷിൻ്റെ സൈസിൽ ചെറിയ മാറ്റം വരുന്നതല്ലാതെ ചെയ്യുന്ന മെത്തേഡെല്ലാം സെയിമാണ്. സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് വർക്കിംഗ് ആണോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ വർക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെയാണ്, നമ്മളെ മിക്സി വർക്കിംഗ് ആണ്. അതുകൊണ്ട് കാർബൺ ബ്രഷിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് നമ്മളെ മിക്സി വർക്ക് ചെയ്യാതിരുന്നത്. ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്.